തിരുവഴങ്ങാലം ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 8ാമത്തെ ഉത്സവം ആറാട്ട് ഉത്സവമാണ് നടക്കുന്നത്. ദേവൻ്റെ തിരുനാളായ ഉത്രത്തിനാണ് ആറാട്ട് ഉത്സവം. 8 ദിവസം മുമ്പാണ് ഉത്സവം തുടങ്ങിയത്. ഈ ഉത്സവം നടത്തുന്നത് കരക്കാരും വ്യക്തികളും അതുപോലെ സംഘടനകളും ചേർന്നാണ്. ഈ ക്ഷേത്രം സ്വയംഭൂവായ, ഈ പരിസരത്തെങ്ങും ഇല്ലാത്ത സ്വയംഭൂവായ ശാസ്താ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഇതിൻ്റെ അവകാശം 3 കരകൾക്കാണ്. 3 കരകൾ എന്ന് പറയുമ്പോൾ നെടുമ്പന, പെരുമ്പുഴ, പഴങ്ങാലം കരകൾ ചേർന്നാണ് ഇവിടുത്തെ ഭരണസമിതിയും ഭരണസാരഥ്യവും. എല്ലാ ആൾക്കാരെയും പ്രതിനിധീകരിച്ചാണ് ഈ ഇപ്പം നിലവിലുള്ള ഭരണസമിതി നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ 8 ദിവസത്തെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്നത്തെ ഉത്സവം. പിന്നെ വേറൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് 3 കരയിലും ബന്ധിക്കുന്നുണ്ട്. ഒന്ന്, ഇതിൻ്റെ പള്ളിവേട്ട എന്ന് പറയുന്നത് പോകുന്നത് ഇവിടുന്ന് കിഴക്കോട്ട് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള പള്ളിവേട്ടക്കാവിലാണ്. അത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആറാട്ട് ക്ഷേത്രം പോകുന്നത് പെരുമ്പുഴ കരയിലുള്ള ആറാട്ട് വിള എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടുന്ന് തൃക്കോയിക്കൽ ക്ഷേത്രത്തിൽ പോയി ദേവനെ ആറാടിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ സ്ഥലപ്പേര് തന്നെ അത് തന്നെയാണ്. അന്ന് ആറാട്ട് വിള, ഒന്ന് പള്ളിവേട്ടക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 3 കരകൾ എന്ന് പറയുമ്പോൾ 2 പഞ്ചായത്തും 4ഓളം വില്ലേജുകളും ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത്രമാത്രം ശക്തി അറിയിച്ചൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞത്. അതിൻ്റെ പുതുക്കിപ്പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ശേഷമുള്ള ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ ദിവസവും കലാപരിപാടികൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. അതിലേറ്റവും വിശേഷം എന്ന് പറയുന്നത് എല്ലാ ദിവസവും കലാപരിപാടികൾ 8 ദിവസമുണ്ട്. ഇവിടെ ക്ഷേത്ര പൂജകളിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളത് നീരാഞ്ജനമാണ്. ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു പൂജാ സംഗതി. പിന്നീട് ഏറ്റവും ഭക്തിനിർഭരമായി നടക്കുന്നത് പള്ളിവേട്ടയും ആഘോഷപൂർവ്വം നടക്കുന്നത് ആറാട്ടുമാണ്. അതാണ് തിരുവഴങ്ങാലം ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ചെറിയ ഒരു വിവരണം. ഇന്ന് മാർച്ച് 14-നാണ് ആറാട്ട് ഘോഷയാത്ര 4 മണിക്ക് ശേഷം ഇവിടെ കൊടിയിറക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാ കെട്ടുകാഴ്ചകളും ഈ കരക്കാരും വ്യക്തികളും നടത്തുന്ന കെട്ടുകാഴ്ചകളും വാദ്യമേളങ്ങളും എല്ലാം ഈ ക്ഷേത്രത്തിലെത്തും. എത്തിയതിന് ശേഷം ഇവിടുന്ന് ആറാട്ടുവിളയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറാട്ടുവിളയിൽ പോയി ആറാടിച്ചതിന് ശേഷം പിന്നെ തൃക്കോയിക്കൽ ക്ഷേത്രക്കുളത്തിലാണ് ദേവനെ ആറാടിക്കുന്നത്. അതിനുശേഷം തിരികെ വന്നതിന് ശേഷം പിന്നീട് തിരികെ വരുന്നതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ഇവിടെ പഴങ്ങാലം കരക്കാരുടെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. ആ ഘോഷയാത്ര വരുന്നതിന് മുമ്പ് തന്നെ കലാപരിപാടികൾ അവസാനിക്കും. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂജാതി കർമ്മങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ദേവനെ അവിടെ ദീപാരാധനയ്ക്ക് ശേഷം ഇവിടെ തിരിച്ച് ആവാഹിച്ചിരുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉപദേവന്മാരെ ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എല്ലാ ഉപദേവന്മാരും ഉണ്ട്. അതിൽ ശിവക്ഷേത്രമുണ്ട്, ഭൂതത്തന്നടയുണ്ട്, പിന്നീട് യക്ഷിയമ്മയുണ്ട്, അതുപോലെ തന്നെ നാഗരാജാവുണ്ട്. അതിന് ദേവൻ്റെ ഏറ്റവും നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു 1/2 കിലോമീറ്റർ അകലെയായിട്ട് അമ്മൂമ്മക്കാവ് എന്ന് പറയുന്നൊരു കാവുണ്ട്. അതൊരു വലിയ ഐതിഹ്യം അതിൻ്റെ ബാക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവനെ കാണാൻ നിമിത്തമായത് ആ കുറവ് സമുദായത്തിൽപ്പെട്ടൊരു സ്ത്രീ ഒരു ഇരുമ്പ് വെച്ച് ദേവൻ്റെ ആ പാറയിൽ ഒരു സീനെ തുടർന്നാണ് ഈ ദേവ ചൈതന്യം അറിഞ്ഞതും അതിവിടെ പ്രതിഷ്ഠയായി വന്നതും. ആ സ്ത്രീയെ അമ്മയുടെ സ്ഥാനത്ത് ഇരുത്തിയാണ് കിഴക്ക് വശത്ത് ദേവൻ്റെ നേരെ ഓപ്പോസിറ്റ് അമ്മൂമ്മക്കാവ് എന്നുള്ള നിലയിൽ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ വഴിപാട് പൂജാ സംഗതി എന്ന് പറയുന്നത് വെറ്റിലയും അടയ്ക്കയാണ്. എല്ലാ ആൾക്കാർക്കും ഒരുപക്ഷെ ദേവനേക്കാൾ കൂടുതൽ വിശ്വാസം അവിടെ ആൾക്കാർക്കുണ്ട്. അതുപോലെ കൊങ്കി ഇരുമ്പും ഒക്കെ ആൾക്കാർ വെക്കുന്നുണ്ട്. എനിവേ അവിടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കെല്ലാം ക്ഷിപ്രമായിട്ട് തന്നെ അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു ആരാധനയും ഈ ക്ഷേത്രത്തിൽ ഏറ്റവും മുഖ്യ വരുമാനവും കൂടിയാണ് അമ്മൂമ്മക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിന് നേരെ കിഴക്ക് വശം ദേവൻ നോക്കുന്ന അമ്മൂമ്മ ആണ് ആ ഒരു പ്രതിഷ്ഠ അവിടെ ഉള്ളത്.
പഴങ്ങാലം സ്ത്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും എല്ലാ വർഷവും അവിടുത്തെ തിരുവുത്സവത്തോട് ഒപ്പം കടന്നു വരുന്ന ഘോഷയാത്രയെ ഏറെ സന്തോഷപൂർവ്വം പെരുമ്പുഴ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് ദേവാലയം സ്വീകരിക്കുവാറുണ്ട്. കാലങ്ങളായി ഈ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ അനുഭവത്തിൽ ഈ ദേശം മുന്നോട്ട് കടന്നു പോകുന്നു. അതുപോലെ ഇവിടുത്തെ റാസ കടന്നു പോകുമ്പോഴും ഈ അമ്പലങ്ങളിലെ ഭാരവാഹികളും വിശ്വാസ സമൂഹവും ഇവിടുത്തെ റാസയും ഏറ്റവും ഭക്തിയാദരവോടുകൂടി സ്വീകരിക്കുവാറുണ്ട്. അപ്രകാരം ഈ വർഷവും അവിടുത്തെ തിരുവുത്സവത്തെ ഇടവകയുടെ വികാരി എന്ന നിലയിൽ ഞാനും ഇടവകയിലെ സെക്രട്ടറി, ട്രസ്റ്റി, ഭരണസമിതി അംഗങ്ങൾ, ഇടവക ജനങ്ങളെല്ലാവരും ചേർന്ന് ഈ പള്ളിക്ക് മുമ്പിൽ വെച്ച് സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ ദേശത്തിൻ്റെ ഏറ്റവും അധികം സ്നേഹാനുഭവങ്ങൾ നിലനിന്ന് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണവും ഇന്ന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഉത്സവത്തിൻ്റെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു.